ഇത് സരയൂ നദിയാണ്. അയോധ്യയുടെ തീരത്തുകൂടി ഒഴുകുന്ന നദി. ഏതാണ്ട് 350 കിലോമീറ്റർ നീളമുള്ള നദിയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിപ്പം വൈകുന്നേരത്തുനിന്ന് ആരതിയുണ്ട്. ആരതിക്ക് വേണ്ടിയുള്ള സെറ്റിങ്സ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബോട്ടുകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ബോട്ടുകളിലിരുന്ന് കാണാം ആരതി. വൈകിട്ട് ഗംഗയിൽ, ഹരിദ്വാറിലും വാരണാസിയിലും ഒക്കെ നടക്കുന്നതിൽ ഇവിടെയും ആരതിയുടെ സന്ധ്യാസമയത്ത് ആരതിയുണ്ട്. സരയൂ നദിയെ ക്രോസ് ചെയ്യുന്ന പാലം, 2 പാലം കാണാം. ഇതാ ഇവിടെ ഒരു പാലമുണ്ട്, അതും ഒരു പാലമാണ്, കോൺക്രീറ്റ് ബ്രിഡ്ജാണ്. ഈ സരയൂ നദിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശ്രീരാമൻ്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ അയോധ്യയിൽ സരയൂ നദി കടത്തിയാണ് ശ്രീരാമനെ വനവാസത്തിനയക്കുന്ന ഗുഹൻ. അതൊരു കഥ. മറ്റൊരു കഥ, ശ്രീരാമൻ്റെ ജലസമാധി സരയൂ നദിയിലാണ്. അപ്പം ഇതെല്ലാം കൊണ്ട് പവിത്രമായ നദി, പുണ്യനദി എന്നാണ് സരയുവിനെ കണക്കാക്കപ്പെടുന്നത്. നല്ല ആളാണ്, സന്ധ്യസമയത്തൊക്കെ ഭയങ്കര ആളായിരിക്കും. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഏതാണ്ട് ഒരു 4:45 മണിയായി. സരയൂ കാഴ്ചകൾ, ധാരാളം കടകളും ചെച്ച് വെച്ച് കടകളും കണ്ടിത്. വൈകിട്ട് ഉണർവ് ആകുന്നത് സന്ധ്യാസമയത്ത് മാത്രമേ. നല്ല ഭയങ്കര തിരക്കാണ്. എല്ലാം വെൽ ഡെക്കറേറ്റഡ് ആയിരിക്കും. ഇല്യൂമിനേറ്റഡ് ലൈറ്റുകളും ഒക്കെ കൊണ്ട് നന്നായിട്ട് ഇല്യൂമിനേറ്റ് ചെയ്ത് വൈകുന്നേരത്തെ ആരതി ചടങ്ങുകൾ നടക്കും. സരയൂ നദിയിൽ ബോട്ട് സർവീസ് ഉണ്ട്. അവിടെ കാണുന്നുണ്ട്. വളരെ ദൂരമായിട്ട് ബോട്ട് സർവീസും കാണാം. ഇതാണ് സരയൂ നദിയുടെ കാഴ്ച.